വീണ്ടും നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ നിൽക്കുവാൻ ദൈവം എന്നെയും അനുവദിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I again praise God for allowing me to stand before you. എൻ്റെ സഹോദരൻ പ്രിയ ബിജുവിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank my brother Prasad Chan for this opportunity. നമ്മുടെ ദൈവം എത്ര അത്ഭുതവാനായിട്ടുള്ള ദൈവമാണ്. How majestic and how wonderful, how great is our God. നമ്മളത് എൽസിയുടെയും പ്രവീണിന്റെയും സാക്ഷ്യത്തിൽ നിന്ന് കേട്ടു. We heard that today through the testimonials of Praveen and Elsie. അത് നിങ്ങൾ കേട്ടു. വിശ്വാസികളല്ലാത്ത രണ്ടുപേരെ ദൈവം ചേർത്ത് ദൈവത്തിൽ അടിയുറച്ച വിശ്വാസികളാക്കി ഒരു വിശ്വാസ ഭവനമാക്കി തീർക്കുകയാണ്. We heard that two people who did not know the Lord before, how the Lord brought them together, and now today God has built a family that is founded. ആത്മീയ വർധനയോടുള്ള ബന്ധത്തിൽ ഈ വർഷം നമ്മൾക്ക് സഭയായിട്ട് ഒരു ഫാമിലി റിട്രീറ്റിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഭാഗ്യം ദൈവം നൽകി തന്നു. God gave us the blessed opportunity to be part of a family retreat. ദൈവത്തെ അറിയുന്ന ഒരു കുടുംബം, ആ കുടുംബം ദൈവത്തിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. A family that knows God, how important, how significant is that family to the Lord? ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഇതൊക്കെയും ഫാമിലി റിട്രീറ്റിനോടുള്ള ബന്ധത്തിൽ പ്രിയ അലക്സാണ്ടർ കുര്യൻ സഹോദരൻ വിവരിക്കുകയും അതെല്ലാം നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. Brother Alexander Kurian reminded us and taught us about the various aspects and responsibilities of a Christian family. എന്നാൽ നമ്മൾക്ക് ചില ആൾക്കാർക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചില്ല. അതിനോടുള്ള ബന്ധത്തിൽ അതിനെക്കൂടി ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത്. So especially for those who were not able to attend that, I would like to make some reference to some of the things that were taught at that retreat. താൻ ആദ്യമായിട്ട് 78-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഓർപ്പിച്ചത് നമ്മളുടെ ഒരു തലമുറ, ആ തലമുറ പിന്നീട് വരുന്ന 3 തലമുറകളെ കൂടി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മൊത്തം 5 തലമുറകളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ ഒരു ക്രിസ്തീയ കുടുംബജീവിതം. A Christian family influences 5 generations, and Brother Alexander Kurian used the Psalm 78 as the basis for that. നമുക്ക് 78-ാം സങ്കീർത്തനത്തിലേക്ക് നോക്കാം. എങ്ങനെയാണ് ഈ 5 തലമുറകളെ ഒരു ക്രിസ്തീയ കുടുംബം ബാധിക്കുന്നത് എന്ന് നോക്കാം. Let's examine briefly how a Christian family can influence 5 generations. 78-ാം സങ്കീർത്തനത്തിലെ 1-ാം വാക്യം, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. O my people, hear my teaching. പിന്നെ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. Verse 3, what we have heard and known, what our fathers have told us. നമ്മൾ എങ്ങനെയാണ് ഇത് കേട്ടറിഞ്ഞത്? നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു. How did we hear these things? Our fathers, they taught us. ഇനി 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ ബലവും സ്തുതിയും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. എന്ന് പറഞ്ഞാൽ നാം അവരുടെ പിള്ളേർ, നാം നമ്മുടെ പിള്ളേരോട് അത് പറയും. Verse 4 says, we will not hide them from their children, we will tell the next generation. വീണ്ടും നമ്മൾ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കും. ചുരുക്കി പറഞ്ഞാൽ അവിടെ നോക്കുകയാണെങ്കിൽ 5 തലമുറയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. And then again in verse 6, so the next generation would know them, even the children yet to be born, and they in turn. എന്തുകൊണ്ടാണ് ഈ 5 തലമുറകളും കർത്താവിൻ്റെ അല്ലെങ്കിൽ ഈ ഉപദേശം അറിയണമെന്ന് പറയുന്നത്? അത് 7-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്, അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടി. Why these 5 generations should hear about God? The reason is mentioned in verse 7. Then they would put their trust in God and would not forget his deeds but would keep his commands. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ആഗ്രഹമുള്ള കാര്യം എന്താണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ 5 തലമുറയിൽപ്പെട്ടവരും അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഈ തലമുറകൾ എത്രത്തോളം ഉണ്ടോ അവിടെയെല്ലാം അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവർ മറന്നു കളയുന്നവരായിരിക്കരുത്. അതുകൂടാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവരായിരിക്കണം. We can summarize from these verses that what God desires the most is that future generations would not forget the mighty deeds of the Lord
and that future generation would also trust in the Lord. അതിനുശേഷം താൻ 128 സങ്കീർത്തനത്തിലേക്ക് കടന്നുപോയി. അവിടെ ഒരു കിങ്ഡം ഫാമിലി എന്ന് താൻ വിശേഷിപ്പിച്ച പോലെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു കുടുംബത്തെ നമ്മൾക്ക് വിവരിച്ച് കാണിക്കുകയായിരുന്നു. Then from Psalm 128, our brother also reminded us about the features of a family that is focused on God's kingdom. അവിടെ 128 സങ്കീർത്തനം 1 വാക്യത്തിൽ വായിക്കുന്ന യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ്. Blessed are all who fear the Lord, who walk in his ways. എന്ന് പറഞ്ഞാൽ ഈ 78 സങ്കീർത്തനത്തിൽ പറഞ്ഞ അതിനോട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. So all those generations or children or any individual who trust in the Lord and walk in their ways, in Psalm 128 we see that they are blessed. അവിടെ ഒരു പുരുഷനുണ്ട്. ആ പുരുഷനെ പറ്റി എന്താണ് പറയുന്നത്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്നാണ് 1-ാമത്തെ വാക്യത്തിൽ. Talking about the man in the family, verse 2, it says that he will eat the fruit of his labor. അതിനുശേഷം അവന്റെ ഭാര്യയെ പറ്റി പറയുകയാണ്. അവന്റെ ഭാര്യയെ പറ്റി എന്താണ് പറയുന്നത്? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും. Then his wife is mentioned, described there as one who is like a fruitful vine within your house. കിങ് ജെയിംസ് വേർഷനിൽ താൻ ചൂണ്ടിക്കാണിച്ചു വെരി ഹാർട്ട് ഓഫ് യുവർ ഹോം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കേന്ദ്ര ഭാഗത്താണ് നിന്റെ ഭാര്യ ആയിരിക്കുന്നത് എന്നാണ്. The King James version gives us the idea that the wife is placed in the very heart of the family at a place of അപ്പോൾ ആ കുടുംബത്തിലെ കുടുംബനാഥൻ അവൻ അധ്വാനിക്കുന്നു. അവന്റെ നേരെ താഴെ അവന്റെ ഭാര്യ എന്താ ചെയ്യുന്നത്? അവള് കുടുംബത്തിന്റെ സെന്ററിലാണ്. ആ സെന്ററിൽ നിൽക്കുന്ന അവള് മക്കളെ പരിലാളിച്ച് അല്ലെങ്കിൽ മക്കൾക്ക് ലാളന കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ ഭർത്താവിന് വേണ്ടുന്ന സ്നേഹം കൊടുത്ത് ഭർത്താവിനെയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവൾ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഭാര്യ അവളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ആ കുടുംബത്തിൽ ചെയ്യുകയാണ്. After describing the man and his role, then describing the role of the wife and her influence, and finally the sons are mentioned, that described, and for all of them, each of them play a very important and അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന പരിലാളനയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ലാളനയും ഒരു മാതാവിൻ്റെതായിട്ടുള്ള എല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും? ആ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ എന്ന് പറഞ്ഞാൽ അവര് മെൻ്റലിയും അതുപോലെ തന്നെ ഫിസിക്കലിയും സ്പിരിച്വലിയും എല്ലാം അവർ സന്തോഷമുള്ളവരായിരിക്കും. So being influenced by or being controlled by the Spirit, the person who trusts in the Lord and walks in his ways, he and his wife together, they will have a positive, a spiritual influence on their children, and it described that they will be sitting around the table. ഒരു കുടുംബത്തെയാണ് താന് കിങ്ഡം ഫാമിലി എന്ന് നമുക്ക് ഉപദേശിച്ചു What brother described to us were the features of a family that can be considered as a kingdom family. പ്രവീണും എൽസിക്കുമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for Praveen and Elsie. നിങ്ങൾക്കൊക്കെ അറിയാം, എൽസി ആ കുടുംബത്തിന് നടുക്ക് നിന്നുകൊണ്ട് പ്രവീണോടുള്ള ബന്ധത്തിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ആ കുടുംബത്തെ സന്തോഷത്തിൽ നയിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. We know how sincerely Elsie exercises her influence by caring for her husband, taking care of the needs of the home, while also bringing up her children in the fear and love of the Lord. പ്രവീണു എൽസി മാത്രമല്ല, നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങളും അതേ നിലയിൽ അവരുടെ ഭർത്താക്കന്മാരുള്ള സ്നേഹത്തിലും കുഞ്ഞുങ്ങളോടുള്ള പരിലാളനത്തിലും ഒരു കിങ്ഡം ഫാമിലി ആയിട്ട് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു എന്ന് അറിഞ്ഞ് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Not only in their family, every family here, the husband and the wife and children, they all work together in building up a kingdom, a family that can be called a kingdom. അപ്പോൾ ദൈവത്തിന് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കുടുംബങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ സഭ എന്ന് ചിന്തിക്കുന്നതിൽ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല, ഉറപ്പ് തന്നെയാണ് കാര്യം. I have no doubt, in fact I have full confidence that our assembly is full of such families who are kingdom families. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്.
our children are continuing to grow. ഇങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ എങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് നമുക്ക് ഉത്തരം കൊടുക്കുവാനായിട്ട് കഴിയും? Children who are growing up in today's world, in this context and culture, how can we respond? How can we try to answer some of the questions that they are posing? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, പ്രാർത്ഥന എന്നുള്ളത് മാത്രമാണ്. There is only one answer for that, and that is prayer. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? Why should we pray? കാരണം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മളോട് പറയുകയാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 17-ാം വാക്യത്തിൽ പറയാണ്, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. In 1 Thessalonians chapter 5 verse 17 says that pray without ceasing. അങ്ങനെ വേദപുസ്തകം മുഴുവൻ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണുവാൻ നമ്മളോട് ആജ്ഞാപിച്ചിരിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. Throughout the scriptures we are commanded to pray consistently. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? What are the benefits of praying? Why should we pray? അത് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപ എന്താ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിലെ 11-ാം വാക്യം. Paul's second letter to the church at Corinth, chapter 1 and verse 11 gives us the answer to this question. It says that as you help us by your prayers, then many will give thanks on our behalf for the gracious favor granted us in answer to the prayers of many. എന്ന് പറഞ്ഞാൽ താൻ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അനേകര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കൃപ ലഭിച്ചു, കൃപയാൽ ഞങ്ങൾക്ക് വിടുതൽ ലഭിച്ചു എന്ന് താനോട് പറയുക. Paul is saying that because of the prayers of many people we have received a gracious favor, and as a result we are able to give thanks. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ, പ്രത്യേകമായിട്ടുള്ള ഒരു ഡിവൈൻ ഒരു കൃപ അവർക്ക് ലഭിക്കുകയാണ്. So this is what happens when we pray for someone. They stand to receive a gracious favor, a special grace upon their life. ഇത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. Now we all have experienced this gracious favor in our lives. എൻ്റെ സർജറിയുള്ള ബന്ധത്തിൽ, ഓർമ്മകളുടെ സർജറിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. If you remember, as I was preparing to go for my surgery, as many of you know, I was very afraid. എന്നാൽ പുറത്തൊന്നും ഞാൻ കാണിച്ചില്ല, ധൈര്യമായിട്ട് തന്നെ ഇരുന്നു എന്നുള്ളതേ ഉള്ളൂ. I was very successful in hiding it, and so I portrayed an image of confidence. എന്നാൽ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. But I know that each of you prayed for me. അതിനകത്തു നിന്ന് എനിക്ക് വളരെ വിജയകരമായിട്ട് അത് തരണം ചെയ്യുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചു. And as a result of that, I received this gracious favor so that I was able to successfully. നമ്മുടെ പലരുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് തന്നെ ചെയ്യുവാൻ പറ്റാത്ത പല കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സാധ്യമാക്കുവാനായിട്ട് അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മൾക്ക് ലഭിച്ച് ആ കൃപയുടെ ഫലമായിട്ട് നമ്മൾ പരാജയപ്പെട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാത്തടത്ത് നിന്ന് നമുക്ക് വിജയകരമായിട്ട് അത് ചെയ്യുവാൻ കഴിയും. അതാണ് പ്രാർത്ഥനയുടെ പ്രയോജനം. We all can attest to the fact that when we are going through such situations, when we ourselves are unable to face the challenges that life brings before us, because of the prayers of many people, we ourselves have been recipients of this gracious അതുകൊണ്ട് ഈ favor. പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. Because of this, prayer is a very important aspect of our life. കാരണം പല സാഹചര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് പ്രയാസം വരും. അനേകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് കൃപ തന്ന് അവിടെ അത് തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. In the midst of great challenges that life brings to us, because of the prayers of many people, we stand in a very unique position to receive this gracious favor so that we can face the challenges. നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ജ്ഞാനം ആവശ്യമാണ്. In relation to our children, we need lot of wisdom. ഉദാഹരണത്തിന് ഒരു മാതാവിനും പിതാവിനും 3 കുഞ്ഞുങ്ങളുണ്ട് എന്ന് കരുതുക. For example, let's take the example of a family, a father and mother and their 3 children. ആദ്യത്തെ ആളോട് ഇടപെടുന്നത് പോലെ ആയിരിക്കുകയില്ല
ഇളയ ആളോട് ഇടപെടുന്നത്. The way the parents relate to the youngest one is very different than the way parents relate to the oldest one. മൂത്ത ആളോടും ഇളയ ആളോടും ഇടപെടുന്നത് പോലെ പോരാ നടുക്കത്തെ ആളോട് ഇടപെടുന്നത്. The middle child needs a different kind of relation and attention. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് പേരെയും വേണ്ട രീതിയിൽ വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ജ്ഞാനം ആവശ്യമാണ്. In summary, to bring up all these three children through these different approaches, the father and the mother, they need lot of prayer. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർന്നു വരുന്നതനുസരിച്ച് അനേകമായിട്ടുള്ള ചോദ്യങ്ങളും അനേകമായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ജ്ഞാനം ആവശ്യമാണ് അവരെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി. They stand in need of special wisdom and discernment and guidance as children grow up and as they come up with different sets of questions and challenges. അതുകൊണ്ട് ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ആവശ്യമായിട്ടുള്ള ജ്ഞാനത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. So the first thing I want to remind each of you is that we ask God for special wisdom in our relationship with our children. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫലസിക്കാതെ എല്ലാവരും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും എന്ന് ഇവിടെ പറയുന്നത് വേറെ ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിലും നമ്മൾക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ കൂട്ടി ചിന്തിക്കാവുന്നതാണ്. Even although the context is slightly different, in the book of James chapter 1 it says that if any of you lack wisdom, let him ask of God who gives freely to all who ask. അതുകൊണ്ട് ഇന്ന് മുതലുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് വിശേഷാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ള നമ്മൾ വിസ്ഡം ജ്ഞാനം നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. So starting today, let us recommit in our prayer life to pray specially for wisdom so that we can bring up our children in the way they should come. അപ്പോസ്തലനായ പൗലോസും നമ്മളോട് തൻ്റെ പ്രാർത്ഥനയിൽ ഇതുപോലെ തന്നെ പറയുന്നുണ്ട്. നമ്മളത് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഇങ്ങനെയാണ് നാം അത് വായിക്കുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ വർദ്ധിച്ച് പരിജ്ഞാനത്തിലും വിവേകത്തിലും വളർന്ന് നിങ്ങൾ എന്നതായിരിക്കണം, ഭേദാഭേദങ്ങളെ വിവേചിച്ച് അറിയുന്നവരായിരിക്കണം എന്ന് അവിടെ വായിക്കുന്നുണ്ട്. The Apostle Paul, when he writes to the church in Philippi, he says that his prayer is that their love may abound more and more in knowledge and depth of insight, so that they may be able to discern what is best and pure. അപ്പോൾ ഭേദാഭേദങ്ങൾ എന്ന് ഞാൻ ഡിക്ഷണറി നോക്കിയുള്ളത് കണ്ടത് പ്രോൺസ് ആൻഡ് കോൺസ്. അപ്പം പ്രോൺസ് ആൻഡ് കോൺസ് ഓരോ കാര്യത്തിൻ്റെയും എന്തൊക്കെ ഇതിങ്ങനെ ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ട്, ഇത് ചെയ്താൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട്, അത് മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. When I looked up the word discern in the dictionary, it's very clearly written there that in discern means in any context, in any decision, that we are able to look at all what is favorable, the pros, and also all things that are unfavorable, the cons. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു വിഷയം നമ്മൾക്ക് വെക്കാം. ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം തരണമേ, ഏതെങ്കിലും കാര്യം വരുമ്പോൾ അതിൻ്റെ പ്രോൺസ് ആൻഡ് കോൺസ് മനസ്സിലാക്കി നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ടുള്ള കൃപ തരണമേ. അതിനുവേണ്ടി നമുക്ക് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. Let us recommit ourselves to pray on a daily basis for a special spirit of discernment so that we may be able to make the right decision. രണ്ടാമത്, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ എന്നായിരിക്കും. The second thing I want to remind each of you is that when we pray in relation to our children, that we will pray that they will be focused in their lives. ദൈവത്തിന് മാത്രമേ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ കഴിയുള്ളൂ. We know that only God has the ability to influence a person's heart. നമ്മുടെ കുഞ്ഞുങ്ങള് ദിവസവും വായിക്കുന്നു, ഇവിടെ വന്ന് സൺഡേ സ്കൂൾ പഠിക്കുന്നു, ഇതൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കൊരു ഏകാഗ്ര ഹൃദയം ഇല്ല എങ്കിൽ ഇത് ഒന്നും അവരുടെ ജീവിതത്തിൽ പ്രവർത്തികമാവുകയില്ല. Although our children are participating in Sunday school, they are active in the affairs of the assembly, unless God gives them a special grace, they will lose their focus. അപ്പോൾ എന്താണ് ഈ ഏകാഗ്ര ഹൃദയം എന്ന് പറഞ്ഞാൽ? What do I mean by a focused heart? തെറ്റും ശരിയും കാണുമ്പോൾ ആ ശരിയെ കണ്ട് ആ ശരിക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തിക്കുവാനുള്ള കഴിവ്, അതിനുള്ള ഹൃദയം, അതാണ് ഏകാഗ്ര ഹൃദയം. By focused heart, I mean that when our children are seeing the pros and cons, the good and the bad, they will be specially drawn only to follow the good.
നമ്മൾ ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്ത 29 അധ്യായത്തിലെ 19 വാക്യത്തിൽ ദാവീദ് രാജാവ് തൻ്റെ മോൻ ശലോമോന് വേണ്ടി ഇതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. In Deuteronomy chapter 29, we see here David making a similar prayer for his son Solomon. ഡ്യൂട്രോണമിയാണോ ക്രോണിക്കളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. Oh, maybe Chronicle. Okay. എൻ്റെ മകനായ ശലോമോൻ നിന്റെ കൽപ്പനയും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കേണ്ടതിന് എന്നാ എടുക്കണം, അവൻ ഒരു ഏകാഗ്ര ഹൃദയം നൽകണമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. David is praying to God for his Solomon that he will make wise decision. God, please grant him a heart that is focused. നമുക്കെല്ലാം അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത് ഏകാഗ്ര ഹൃദയം, അല്ലേ? എന്തെല്ലാം കേട്ടാലും അതിനോട് അനുകൂലിക്കാത്ത എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. We know that a lot of children today, young people today, when they hear good things, they are simply unable to focus on those things. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏകാഗ്ര ഹൃദയം ദൈവം കൊടുക്കുന്നതിന് വേണ്ടി വിശേഷാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണം. My dearly beloved, so when we pray for our children, let us pray that God will give them a heart that is focused on his ways. സമയം പോകുന്നല്ലോ. മൂന്നാമത് നമ്മുടെ പ്രാർത്ഥനാ വിഷയം, നമ്മുടെ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞതാണ്, ദുഷ്ടന്റെ ശക്തിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ളതാണ്. The third focus of our prayer should be that the Lord will deliver our children from evil influences. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായം 15 വാക്യത്തിൽ പൊതുവായിട്ട് നമ്മുടെ കർത്താവിന്റെ പ്രാർത്ഥനയിൽ താൻ ഇങ്ങനെയാണ് വായിക്കുന്നത്. In John chapter 17, in Jesus's intercessory prayer, അവിടെ 15 വാക്യത്തിൽ ഇങ്ങനെയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് താനോട് പറയുക. The Lord prays to his Father that I am not asking you to take them out of this world, rather I would ask that you protect them from evil. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലാണ്. Dearly beloved, our children, they live in this world, in this context today. എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. There are a lot of influences, lot of ideas that come to them. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ആ ദുഷ്ടന്റെ ഇതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള അവൻ്റെ പരീക്ഷകളിൽ നിന്നും ടെംപ്റ്റേഷൻസിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാക്കണമേ എന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. In the middle of all such influences, ideas coming their way, let us pray that Lord, please deliver them from evil influence. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുഞ്ഞുങ്ങൾ അവരാണ് അവരുടെ അസറ്റ്. For any family, we know that the children are the asset. Our children are the most important thing for us. അവരിലാണ് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. We invest and we have to invest more in our children's lives. അത് നമ്മുടെ ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയ്യോബ് തൻ്റെ മക്കള്, ഇയ്യോബിന്റെ പുസ്തകം 1 അധ്യായത്തിന് 5 വാക്യത്തിൽ താൻ അവിടെ ഹോമയാഗങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ കഴിക്കുന്നത് നാം കാണുന്നുണ്ട്. In Job chapter 1 verse 5, we see that it was Job's practice to offer sacrifices on behalf of his children so that they will not do wrong things. അപ്പോൾ കുഞ്ഞുങ്ങൾ നേരെ നടക്കണം എന്നുള്ളത് അത് മാതാപിതാക്കൾ എത്രമാത്രം ആഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. How much we parents, how much we desire always that our children always consistently walk in the right path. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും നമ്മുടെ ഇനിയുള്ള പ്രാർത്ഥനകളിലെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കരുതേണ്ടതാണ്. So I encourage and I invite all of you to pray. Keep in mind these 3 things as we pray for our children. ഒന്നാമത്, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിന് ഒരു ഏകാഗ്ര ഹൃദയം കൊടുക്കണമേ. നിന്റെ ഇൻഫ്ലുവൻസ് എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വന്ന് നല്ല കാര്യങ്ങൾ, ദൈവീയ കാര്യങ്ങൾ പിടിച്ചുകൊള്ളുവാനായിട്ടുള്ള കൃപ അവന് നീ കൊടുക്കണമേ. First we pray that, oh Lord, please give my child a heart that is focused on good. മാതാപിതാക്കളുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് അവരെ വേണ്ട വിധം വളർത്തിക്കൊണ്ടുവരുവാനായിട്ടുള്ള ജ്ഞാനം തരണമേ. Second thing is that please give us, the parents, the wisdom so that we may bring them up in the proper path. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലാണ്. ദുഷ്ടനിൽ നിന്ന് അവൻ അലറുന്ന സിംഹം കണക്കെയാണ് പുറകെ പോകുന്നത്. അവനിൽ നിന്ന്, ടെംപ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ കാക്കണമേ. The third prayer is that, Lord, please deliver us, keep our children away from all evil influences. നാലാമതായിട്ട് എന്താണ്? എഫേസ്യ ലേഖനം 6 അധ്യായത്തിലെ 4 വാക്യം, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. And finally in Ephesians chapter 6
4 that it's an admonition to fathers say that do not provoke your children to anger. അത് അവരെ കർത്താവിൻ്റെ ബാലശിക്ഷ കൊടുക്കാതെ വളർത്തില്ലെന്ന് വേദോസ്തത്തിൽ ഒരിടത്തും പറയുന്നില്ല. കർത്താവിൻ്റെ ബാലശിക്ഷയിൽ വളർത്തണം, അവരെ പത്യോപദേശത്തിൽ പോറ്റി വളർത്തണം. അതായത് സത്യമായിട്ടുള്ള ഉപദേശങ്ങൾ അവരെ പഠിപ്പിച്ച് ദൈവത്തോടുള്ള ആദ്യം നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഒന്നും മറന്നു കളയാതെ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുവാൻ വേണ്ടുന്ന പത്യോപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. Instead of provoking them to anger, the encouragement there, the admonishment is that you would bring them up in sound doctrine, in the correct teaching, so that they will be kept away from all bad influences. ഇതെങ്ങനെ സാധിക്കും? How is this even possible? മാതാപിതാക്കൾ നല്ല സാക്ഷ്യം പുലർത്തി ജീവിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. It's very important that as parents we have to commit that we will maintain very good testimony throughout our lives. കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കി എന്തെങ്കിലും ഒരു കുറ്റം പറയുവാൻ ഇടവരാതെ വണ്ണം നമ്മൾ നല്ല സാക്ഷ്യത്തോടെ ജീവിക്കുവാൻ ഇടവരണം. May it never happen that our children look to us and find fault in us. അതുകൊണ്ട് നല്ല സാക്ഷ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കായിട്ട് നമ്മൾക്ക് മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. Let as parents let us continue to ask for that gracious favor while also attempting to live a life that has good testimony. തുടർന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ പ്രവീണിൻ്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. അത് നമ്മളിവിടെ കണ്ട് നമ്മൾ അങ്ങനെ എല്ലാ വീടിനും ഒരു കുടുംബ പ്രാർത്ഥനയും അങ്ങനെയുള്ള ഒരു അടിത്തറയും കാര്യങ്ങളും എല്ലാമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏകാഗ്ര ഹൃദയമുള്ളവരായി പത്യോപദേശത്തിൽ പഠിപ്പിച്ച് നമ്മൾക്ക് നല്ല കർത്താവിന് യോഗ്യമായ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ദൈവം എല്ലാ കൃപയും നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണം. As we witnessed today, Praveen and Elsie and their children, how as a family they came together, they gave testimony, they sang and prayed. May all our families be able to do similarly, so that we can bring up the next generation in the correct doctrine teaching and in such a way that we can create kingdom families here on earth. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified.